നിങ്ങളെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നുവോ അതുതന്നെ തുറന്ന് സംസാരിക്കുക. എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ദൈവവചനം എന്തു പറയുന്നുവോ അതുതന്നെ തുറന്ന് സംസാരിക്കുക. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിസാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. സാധാരണയായി കാണാറുള്ളത് നമ്മിൽ പലരും നമ്മെക്കുറിച്ച് തന്നെ വളരെ തകർച്ചയുടെ ഒരു മനോഭാവത്തോടെ പലപ്പോഴും സംസാരിക്കുന്നതാണ്. ചില നിസ്സാര കാര്യങ്ങളെ നോക്കിപ്പോലും അവർ പറയാറുണ്ട്, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല എന്ന്. ഇങ്ങനെയുള്ളവർ അവരുടെ കൂടെ ഉള്ളവരെക്കുറിച്ചും ഇപ്രകാരം അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരുടെ ധൈര്യം കെടുത്തുന്നതായും കണ്ടിട്ടുണ്ട്. ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നാം സാത്താന്റെ കെണിയിലേക്ക് കാലെടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. സാത്താന്റെ ഏക ഉദ്ദേശം നിങ്ങളെ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ വാക്കുകളിൽ അധികാരമുണ്ടെന്ന് സാത്താൻ അറിയാം. സാത്താന് നിങ്ങളുടെ മേൽ അധികാരമില്ലാത്തതുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ നിങ്ങൾക്ക് വിരോധമായി തിരിക്കാം. ഒന്നുകൂടി പറയട്ടെ, സാത്താന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ നിങ്ങൾക്ക് വിരോധമായി തിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് വിരോധമായി തിരിക്കാതെ ഇരുന്നാൽ സാത്താനോ അവൻ്റെ ദുരാത്മാക്കൾക്കോ നിങ്ങളുടെ മേൽ ഒരു സ്വാധീനവും ഇല്ല. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ക്ഷീണത്തിൻ്റെയും രോഗത്തിൻ്റെയും അമിതവണ്ണത്തിൻ്റെയും പ്രായാധിക്യത്തിൻ്റെയും നിരാശകളുടെയും നഷ്ടപ്പെട്ട അവസരങ്ങളുടെയും വാക്കുകൾ സംസാരിക്കുകയാണെങ്കിൽ ദുഷ്ടന്റെ സ്വാധീനവും നിയന്ത്രണവും കാലക്രമേണ നിങ്ങളുടെ മേൽ വാഴും. ഒരു വീട്ടിലോ ജോലിസ്ഥലത്തോ സഭയിലോ ഉള്ളൊരു വ്യക്തിയെ സാത്താൻ സ്വാധീനിച്ചാൽ അവിടുള്ള മറ്റൊരു വ്യക്തിയെ കൂടെ അവൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയിൽ കൂടി ദുഷ്ടന്റെ പ്രവൃത്തി തുടങ്ങി കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സഭകൾ, സമൂഹങ്ങൾ ഇവയുടെ തോൽവിയും തകർച്ചയും സാത്താൻ ഉറപ്പാക്കുന്നു. ഒരു വ്യക്തിയുടെ തകർച്ച അവർ തന്നെ നടപ്പാക്കുന്നുവെന്ന് സാത്താൻ അവരുടെ വാക്കിൽ കൂടെ ഉറപ്പ് വരുത്തുന്നു. നിങ്ങൾ പറയുന്നത് തന്നെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് സാത്താൻ അറിയാം. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാജയം ഉറപ്പാക്കുവാൻ നിങ്ങളെ തകർച്ച മാത്രം സംസാരിക്കുവാൻ പരിചയിപ്പിച്ചാൽ മതി. ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശത്രുവിന് നിങ്ങളുടെ ജീവിതത്തിലേക്കും സാഹചര്യത്തിലേക്കും ഒരു വാതിൽ തുറന്നു കൊടുക്കും. ഒരു വിശ്വാസി ദൈവപൈതൽ എന്ന നിലയ്ക്ക് ദൈവിക വെളിപ്പാടുകൾ സ്വീകരിക്കുകയും ക്രിസ്തുവിൽ നിങ്ങളുടെ അധികാരം തിരിച്ചറിയുകയും ചെയ്യണം. നിങ്ങളുടെ വാക്കുകളെയോ നിങ്ങളെയോ സാത്താന് നൽകാതെ ഇരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന ജയോത്സവമായൊരു ജീവിതം നിങ്ങളുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് സഹായകരം ആകുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന വാക്കുകൾ മാത്രം സംസാരിക്കുക. നിങ്ങൾക്ക് സമൃദ്ധി നൽകുന്ന വാക്കുകൾ മാത്രം നിങ്ങളിന്ന് സംസാരിക്കുക. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവട് എന്ന് വെക്കാമോ? ഉറപ്പുള്ളതും നിഷേധാത്മകം അല്ലാത്തതുമായ കാര്യങ്ങൾ മാത്രം വിശ്വാസത്തോടെ എന്ന് സംസാരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ തകർക്കാൻ തീരുമാനിക്കരുത്. ദൈവത്തിൽ ആശ്രയം വെക്കുകയും അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്നും നിങ്ങളുടെ അധികാരം എന്തെന്നും തിരിച്ചറിയുവാനും തിരുവെഴുത്തുകൾ കണ്ടെത്തുക. ഒരു നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുക. ധ്യാനിക്കുക എന്ന് വെച്ചാൽ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക എന്നതാണ്. വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് വചനം എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് ധ്യാനിക്കുക. വചനം ഉപയോഗിക്കുകയും വചനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക.
ദൈവവചനം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നുവോ അതുമായി സമ്മതിച്ച്, അതുമായി വിശ്വസിച്ച്, അത് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് ദൈവവുമായി ഒരു ഉടമ്പടി ഇന്നുണ്ടാക്കുക. ദൈവം നിങ്ങളെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കാണുക. ദൈവവചനത്തിൻ്റെയും സത്യനിഷ്ഠയും സമ്പൂർണതയും ഇന്ന് തിരിച്ചറിയുക. ദൈവവചന സത്യവും എപ്പോഴും പ്രവർത്തിക്കുന്നതും പരാജയപ്പെടാത്തതുമാകുന്നു. ദൈവവചനം അതിമാനുഷികവും അത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കുവാൻ അതിനുള്ളിൽ തന്നെ ദൈവശക്തി നിറഞ്ഞതുമാകുന്നു. അതുകൊണ്ട് ആ ദൈവവചനം നിങ്ങളുടെ മനസ്സ് ഇന്ന് പുതുക്കട്ടെ.